ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി, എല്ലാം തിരക്ക്. ഈ തുണിയിൽ എവിടെയാണോ ഇനി എന്റെ തുണി കിടക്കുന്നത് ഒന്നും അറിയത്തില്ല. ഇവിടെ ഒരു പണിക്കാരത്തി ഉണ്ട്, അവളാണെങ്കിൽ ഒന്നും ശരിയാക്കി വെക്കത്തുമില്ല. ഞാൻ പറഞ്ഞതാ ഇന്നലെ എന്റെ ഡ്രസ്സ് ഒന്ന് എടുത്ത് വെക്കണേന്ന്. എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. ഇതെന്താ ഇവിടെ? എന്റെ ദൈവമേ, ഇത് ഇതുവരെ നിർത്തിയിട്ടില്ലേ? വല്ലാണ്ട് ടയർഡായിട്ടുണ്ടല്ലോ. എന്താ അമ്മച്ചി, ഇത് മൊത്തം തുണിയാ? ഞാൻ ഒരെണ്ണം എടുക്കാം, അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം എടുക്കാം. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് എടുക്കണ്ട. എനിക്ക് തുണിയൊക്കെ കാണുന്നത് ഞാൻ റൂമിലേക്ക് പോകാം. ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഓരോ ദിവസം ഒന്ന് എന്റെ മുറി ഏതായാലും ഇവിടെ ഈ ഫ്ലോറിൽ വെച്ചിട്ട് നമ്മൾ കണ്ടത്. വാ, നമുക്കത് പോയിട്ട് വേണം. വാ അമ്മച്ചി, വാ 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 വാ. അമ്മച്ചി വാ വാ. അമ്മച്ചി ഇവിടെ ഇരിക്കും. അമ്മച്ചി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. എന്തൊരു ചൂടാ വെളിയില്. ചൂടെടുത്തിട്ട് പറ്റുന്നില്ല. അമ്മച്ചി പറഞ്ഞേ, അമ്മച്ചിയുടെ എന്താ വിശേഷങ്ങള്? അന്ന് കണ്ടതിന് ശേഷം ഒത്തിരി നാൾ കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്. എന്താ വിശേഷം? പൂവാണെന്നോ? അതെന്ത്? എവിടേക്കാ പോണെന്നൊന്നും അറിയില്ല. അതിവിടെ അമ്മച്ചിക്ക് ഇവിടെ ആരൊക്കെ ഉണ്ടപ്പോ? എന്റെ മോനുണ്ട്, വരുന്നുണ്ട്. അവരുടെ കൂടി അവിടെ താമസം. അന്ന് പിന്നെ അമ്മച്ചി എന്തിനാ ഈ ഒരു പണി ചെയ്യുന്നത്? മോനും വരുമോളും ഒക്കെ ഉള്ളപ്പോ
പഠിക്കാനില്ലേ? ഒരുത്തൻ ടിവിക്കകത്ത്, ഒരുത്തി മൊബൈലില്. പോയിരുന്ന് വല്ലോ പഠിക്കടാ. ഒരു കെട്ടിയവനുണ്ട്, ഇനി എവിടെ പോയി കിടക്കണോ? ഹലോ ഹലോ, നിങ്ങളിത് എവിടെയാ? ഇന്ന് ലേറ്റ് ആവോ? കൂട്ടുകാരോട് മുന്നേ കറങ്ങി നടന്നോ? എല്ലാത്തിനും ഞാനുണ്ടല്ലോ ഇവിടെ. തള്ള കറങ്ങി തിരിഞ്ഞിങ്ങി വന്നോ? ഇന്ന് വല്ലതും നടന്നോ? അതെ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ എല്ലാവരും കൂടെ അധ്വാനിക്കാതെ ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല. ഇവിടെ ഞാനും കൂടെ ജോലി ചെയ്താ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. വെറുതെ ഇരുന്നിങ്ങനെ തിന്നാ മതിയല്ലോ. ചീത്തയാണല്ലേ? അങ്ങനെയൊന്നും പറയരുത് മോനെ. അമ്മയ്ക്ക് ടെൻഷൻ ഉള്ളത് കൊണ്ടല്ലേ ഓഫീസിൽ ഒരുപാട് ജോലി എഴുതാൻ. പോട്ടെ, സാരില്ല കേട്ടോ. അങ്ങനെ അമ്മച്ചി പോവാണ് മോനെ. അമ്മച്ചി എങ്ങോട്ട് പോണേ? എന്റെ മരുമകളുടെ ജോലി പോയി. അയ്യോ, ഇനി അവർക്ക് എന്നെ ആവശ്യമില്ല. അയ്യോ, അമ്മച്ചി നാട്ടിൽ ചെന്നാൽ എങ്ങോട്ട് പോകും? അയ്യോ, കരയാതെ അമ്മച്ചി. അയ്യോ, കരയാതെ. അറിയില്ല മോനെ, അമ്മച്ചിക്കൊന്നും അറിയില്ല മോനെ. ഇതെന്റെ മോൾക്ക് അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചു. അയ്യോടെ ദൈവം അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. അമ്മച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ദൈവം എന്തായാലും അമ്മച്ചിനെ കൈവിടില്ല. അറിയില്ല മോള്. അമ്മച്ചി ഇപ്പം എവിടെയായിരിക്കുവോ? വസിഷ്ഠമുനീന്ദ്രനും. എടി മറിയേ, ഇപ്പോഴത്തെ പേപ്പറല്ലോ വായിക്കാൻ പറ്റുമോ? കള്ളം, കൊലപാതകം, ബലാത്സംഗം ഒന്നും വേണ്ട. എന്റെ അന്തോണിസ് പുണ്യാളാ. എടി മറിയേ, ആ കറുത്ത മുത്തൊന്ന് വെക്കടി. എന്ത് വാടി ഒന്ന് വെക്കടി. രാമായണം വായിക്കോ? എപ്പോഴും
തന്നിലാകുതരാബാലകൻ തന്നെ വന്നിടാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിരുന്നു തന്നെ. ഓ ഇത് രണ്ട് കള്ളേരെ പിന്നെയും വഴക്ക് തുടങ്ങിയ ഓളുടെ വിചാരം ഓളുടെ മോൻ ദുബായിൽ നിന്ന് വരും കൊണ്ടുപോകാനായിട്ട് വേറെ കാരണം എന്താ ഫീവർ അമേരിക്കയിൽ നിന്ന് വരും കുട്ടികളെ കൊണ്ടുപോയാൽ ആമിന നീ തീരെ തൊഴിൽ നോക്കി പോയേ. ഇവിടുത്തെ ചെറുപ്പക്കാരികളൊക്കെ വന്ന് വല്ലതും കഴിക്കാമോ? കഴിച്ചിട്ട് അടിയനടിയുടെ ജോലി നോക്കണമായിരുന്നു. ആ നാളെ പഠിച്ചിട്ട് IAS പരീക്ഷ നീക വന്ന് വല്ലതും കഴിച്ച് എല്ലാത്തിനും ഇരിപ്പ് കണ്ട ഉല്ലാസയാത്രയ്ക്ക് കേന്ദ്രത്തിൽ വന്നിരിക്കുന്നത് പോലെയാ. എല്ലാരും ഒന്ന് എണ്ണീട്ട് വരുന്നുണ്ടോ ആഹാരം കഴിക്കാൻ? മനുഷ്യന് വേറെ പണിയുണ്ട്. ബിരിയാണി നീ മറിയേ വാ 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 അടി മറിയേ അവക്ക് എന്നാടി ഗ്യാസ് ആണോ?